മധ്യപ്രദേശിൽ പടക്ക നിർമ്മാണശാലയിലുണ്ടായ സ്ഫോടനത്തിൽ 6 പേർ മരിച്ചു, 60 പേർക്ക് പരിക്കേറ്റു. മധ്യപ്രദേശിലെ ഹർദയിലാണ് സംഭവം. കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ ജിൽബി ചേരുകയാണ്. ജിൽബി, ഈ ഒരു ദാരുണ സംഭവത്തിൽ 6 പേർ മരിക്കുകയാണ്, ഇപ്പോൾ 60 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ പരിക്കേറ്റവരുടെ നില എങ്ങനെയാണ്? ആവണി, മധ്യപ്രദേശിലെ ഹർദ ജില്ലയിലാണ് പടക്ക നിർമ്മാണശാലയിൽ വലിയ സ്ഫോടനമുണ്ടായിരിക്കുന്നത്. ഇപ്പോൾ 6 പേരുടെ മരണമാണ് ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിച്ചിരിക്കുന്നതെങ്കിലും ഇനിയും മരണസംഖ്യ ഉയരാനുള്ള സാധ്യത ഏറെയാണ്. കാരണം ഇപ്പോൾ തന്നെ പ്രാദേശിക മാധ്യമങ്ങളൊക്കെ ഏകദേശം 11 പേരുടെ മരണം നടന്നു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തുവിടുന്നുണ്ട്. എന്തായാലും മരണസംഖ്യ ഉയരാനുള്ള സാധ്യത തന്നെയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. കാരണം ഈ 60 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. പക്ഷേ അവരിൽ പലരുടെയും നില അതീവ ഗുരുതരമായിട്ട് തന്നെ തുടരുകയാണ്. അതായത് ആദ്യമേ ഇവരെ പരിക്കേറ്റവരെ എല്ലാം അടിയന്തരമായിട്ട് ജില്ലാ ആശുപത്രിയിലേക്ക് ചികിത്സയ്ക്കായി മാറ്റിയെങ്കിലും പിന്നീട് ഗുരുതരമായി പരിക്കേറ്റവരെ ഹോഷംഗാബാദിലേക്കും ഭോപ്പാലിലേക്കും തുടർ ചികിത്സയ്ക്കായിട്ട് മാറ്റുകയായിരുന്നു. എന്തായാലും ഇപ്പോൾ ഇവരുടെ ചികിത്സയ്ക്കായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും സൗജന്യമായിട്ട് നൽകുമെന്ന് തന്നെ ഇപ്പോൾ മധ്യപ്രദേശ് സർക്കാർ അറിയിച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് സംസ്ഥാന സർക്കാർ 4 ലക്ഷം രൂപ ധനസഹായവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സംഭവത്തിൽ ഇപ്പോൾ ദുഃഖം രേഖപ്പെടുത്തി. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 2 ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് 50,000 രൂപയും ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതേസമയം ഈ സ്ഫോടനം, അതായത് വലിയ രീതിയിലുള്ള ഒരു സ്ഫോടനം നടന്നിരിക്കുന്നു. അതായത് സമീപവാസികളൊക്കെ പറയുന്നത് ഒന്നിനൊന്ന് പുറകെയായിട്ട് വലിയ രീതിയിൽ സ്ഫോടനങ്ങൾ വീണ്ടും അവിടെ ഉണ്ടാകുകയായിരുന്നു എന്നാണ് പറയുന്നത്. സമീപത്തുള്ള ഏകദേശം 60ഓളം വീടുകൾ തകർന്നതായിട്ടുണ്ട്. ഈ സമീപത്തെ മറ്റ് കുറച്ച് മാറിയുള്ള പ്രദേശങ്ങളിലെ ആളുകൾ, ഏകദേശം 100ഓളം വീടുകളിലെ ആളുകളെ ഇതുവരെ ഒഴിപ്പിച്ചു കഴിഞ്ഞു. സംഭവത്തിൽ എന്തായാലും ഇപ്പോൾ മധ്യപ്രദേശ് സർക്കാർ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ആഭ്യന്തര വകുപ്പ് സെക്രട്ടറി അന്വേഷണം നടത്തി റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിക്കാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. വലിയ രീതിയിലുള്ള ഒരു സ്ഫോടനം തന്നെ അവിടെ നടന്നിരിക്കുന്നു. 6 പേരുടെ മരണമാണ് ഇതുവരെ ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിച്ചിരിക്കുന്നത്. പക്ഷേ മരണസംഖ്യ ഉയരാൻ ഇനിയും സാധ്യത ഏറെയാണ്. ഈ സ്ഫോടനം ഉണ്ടാവാനുണ്ടായ സാഹചര്യത്തെ കുറിച്ച് എന്തെങ്കിലും സൂചന ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ ലഭ്യമാണോ? അവണി, നിലവിലെ സാഹചര്യത്തിൽ അത്തരത്തിലുള്ള വിവരങ്ങൾ ഒന്നും പുറത്ത് വന്നിട്ടില്ല. ഇപ്പോൾ ഈ ഒരു കമ്മിറ്റി രൂപീകരിച്ചിട്ട് ഇപ്പോൾ അന്വേഷണം നടത്താനാണ് ഇപ്പോൾ മധ്യപ്രദേശ് സർക്കാർ നിർദ്ദേശിച്ചിരിക്കുന്നത്. കാരണം ആഭ്യന്തര വകുപ്പ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലായിരിക്കും ഈ അന്വേഷണം നടത്തുക. അതായത് പടക്കം നിർമ്മാണശാലയാണ്, അതുപോലെ തന്നെ അതിന് സമീപത്ത് വീടുകളൊക്കെ ഉണ്ടായിരുന്നു. അതിനാൽ തന്നെ ഈ സ്ഫോടനം നടന്നപ്പോൾ വലിയ രീതിയിലുള്ള ആഘാതം ഈ പ്രദേശത്ത് ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഇതിന്റെ കാരണം, അല്ലെങ്കിൽ ഇത്തരത്തിൽ വലിയൊരു സ്ഫോടനം ഉണ്ടാകാനുള്ള കാര്യം എന്താണെന്ന് ഇപ്പോൾ അന്വേഷിച്ച് കണ്ടെത്താൻ തന്നെ ഇപ്പോൾ മധ്യപ്രദേശ് സർക്കാർ പറഞ്ഞിരിക്കുകയാണ്. നേരത്തെ ഇപ്പോൾ അഗ്നിശമന സേനാ യൂണിറ്റുകളൊക്കെ സംഭവ സ്ഥലത്തെത്തി തീ നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട്. അതിനുള്ളിൽ നിരവധി പേർ കുടുങ്ങിക്കിടപ്പുന്നുണ്ട് എന്നുള്ള സംശയങ്ങളൊക്കെ നിലനിന്നിരുന്നു. ഇപ്പോഴും അവിടെ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുക തന്നെയാണ്. സംസ്ഥാന ദുരന്ത നിവാരണ സേനയുടെ നേതൃത്വത്തിൽ ഈ രക്ഷാപ്രവർത്തനം ഇപ്പോഴും അവിടെ പുരോഗമിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഈ പരിക്കേറ്റവരെയൊക്കെ ഇപ്പോൾ ആശുപത്രികളിലേക്ക് മാറ്റി അവർക്ക് അടിയന്തര ചികിത്സ നൽകുകയാണ്. ഈ ഫാക്ടറിക്ക് തുടർച്ചയായ സ്ഫോടനങ്ങൾ ഉണ്ടായ പശ്ചാത്തലത്തിൽ അതിന്റെ കാരണം കണ്ടെത്തുക, അല്ലെങ്കിൽ അതിന്റെ എന്താണ് സംഭവിച്ചത്, ഇത്രയും വലിയൊരു സ്ഫോടനം ഉണ്ടാകാനെന്നുള്ള കാര്യം വളരെ പ്രധാനപ്പെട്ട ഉടനെ തന്നെ എത്രയും പെട്ടെന്ന് അന്വേഷണം നടത്തി ഇതിന്റെ പൂർണ്ണമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ തന്നെയാണ് ഇപ്പോൾ മധ്യപ്രദേശ് സർക്കാർ ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ 6 മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ആവണി. ശരി, ജിൽബിയാണ് വിശദാംശങ്ങൾ നൽകിയത്.